സൗദി റമളാന് മുന്നോടിയായി പള്ളികൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. നമസ്കാര സമയക്രമം, ഇഫ്താർ, ദാനധർമ്മങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് നിർദ്ദേശങ്ങൾ. ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. രാജ്യത്തുടനീളമുള്ള പള്ളികൾക്കാണ് ഇസ്ലാമിക് കാര്യ മന്ത്രാലയം സർക്കുലർ നൽകിയത്. ഉമ്മുൽ ഖുറ കലണ്ടർ അടിസ്ഥാനമാക്കി നമസ്കാര സമയക്രമം പാലിക്കണം. ഇഷ, ഫജർ ബാങ്കുകൾക്ക് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞാവണം നമസ്കാര സമയം. വിശ്വാസികൾക്ക് പള്ളിയിലേക്ക് എത്താൻ സൗകര്യം ഉദ്ദേശിച്ചാണ് നിർദ്ദേശം. ഇമാമുമാരുൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരുടെയും ഹാജർ നിർബന്ധമായി പാലിക്കണം. അവധിയെടുക്കുകയാണെങ്കിൽ പകരക്കാരനെ നിശ്ചയിക്കാനും നിർദ്ദേശമുണ്ട്. റമദാനിലെ അവസാന 10 ദിനങ്ങളിലെ രാത്രി നമസ്കാരം പ്രഭാതത്തിനു മുൻപ് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കണം. പള്ളികളിൽ ഇർത്തികാഫ് അനുഷ്ഠിക്കുന്നവരുടെ വിവരങ്ങൾ പള്ളികളിൽ രജിസ്റ്റർ ചെയ്യണം. സ്വദേശികളല്ലാത്തവർക്ക് സ്പോൺസറുടെ അനുമതി നിർബന്ധമാണ്. പള്ളികളിലോ പരിസരങ്ങളിലോ യാചനയ്ക്ക് പൂർണ്ണമായും വിലക്കുണ്ട്. അനധികൃത യാചന ജീവനക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കണം. മന്ത്രാലയത്തിന് കീഴിൽ ദിവസവും പരിശോധന നടത്തും. ലംഘനങ്ങൾ കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. റമദാനിൽ വിശ്വാസികൾക്ക് സുരക്ഷിതവും ആത്മീയവുമായ അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം. മീഡിയ 1 ജിദ്ദ.